മഴ വാർത്തകളിലേക്കാണ്. കണ്ണൂരിൽ കനത്ത മഴയിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണ് ഗൃഹനാഥന് മരണം. ചന്ദ്രനാണ് മരിച്ചത്. പുലർച്ചെ 1:30ഓടെയായിരുന്നു അപകടം. വീട്ടിൽ 3 പേർ ഉണ്ടായിരുന്നുവെങ്കിലും 2 പേർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. സന്തോഷുണ്ട് വിശദാംശങ്ങളുമായി. സന്തോഷ്, കണ്ണൂർ മഴക്കെടുതി രൂക്ഷമായിരിക്കുന്നു. ഇപ്പോഴിതാ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ദൂരി, ഇന്നലെ രാത്രി കണ്ണൂരിൽ കനത്ത കാറ്റും മഴയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ കനത്ത കാറ്റിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:30 കണ്ണവം പെരുവയിൽ വീടിന് മുകളിൽ കടപുഴകി വീണ് 78-കാരന് ദാരുണമായി മരിച്ചത്. പെരുവയിലെ ചന്ദ്രനാണ് ഈ മരം പൊട്ടി വീണ് വീട്ടിൽ ഉറങ്ങുകയായിരുന്ന ചന്ദ്രനാണ് മരിച്ചത്. വീട്ടിൽ 3 പേർ ഉണ്ടായിരുന്നുവെങ്കിലും 2 പേർ പരിക്കില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൂത്തുപറമ്പിൽ നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും എത്തിയാണ് ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന ചന്ദ്രനെ പുറത്തെത്തിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ഈ മേഖലകളിലെല്ലാം തന്നെ കനത്ത കാറ്റിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ കണ്ണൂർ ഈ ദേശീയപാത 66 പള്ളിക്കുന്നിൽ മരം കടപുഴകി വീണ ഇലക്ട്രിക് ലൈനിലേക്കും പ്രധാന റോഡിലേക്കും വീണതിനാൽ ഏതാണ്ട് 1 മണിക്കൂർ നേരത്തോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി, KSEBയുടെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ എത്തി ഈ വൈദ്യുതി ലൈൻ മുറിച്ചു മാറ്റി, പിന്നീട് മരവും മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കണ്ണൂരിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. സിന്ധൂരി. അതെ, വ്യക്തമാണ് സന്തോഷ്. കണ്ണൂരായിരുന്നു ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 1:30 കനത്ത മഴയും കനത്ത കാറ്റുമായിരുന്നു. ആ കാറ്റിലാണ് ഈ വീട് തകർന്നു വീഴുകയും ഒരാൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തത്. 2 പേർക്ക് പരിക്കുണ്ട്. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.